ഹായ് ഓൾ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്നിപ്പോൾ ജോലിയൊന്നും ഇല്ലാത്ത ദിവസമാണ് കേട്ടോ. അപ്പോൾ ഞാൻ ജസ്റ്റ് ഒരു ഡേ ഇൻ മൈ ലൈഫ് എടുക്കാമെന്ന് കരുതി. ഇപ്പം നീറ്റേ ഉള്ളൂ, നീറ്റ് ജസ്റ്റ് ഒന്ന് ഫ്രഷ് ആയി. ഇപ്പോൾ ഇനി ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കണം. പിന്നെ റൂമിൽ ഇപ്പോൾ 2-3 ചെടി വാങ്ങി വെച്ചിട്ടുള്ളതുകൊണ്ട് രാവിലെ നീറ്റ് കഴിഞ്ഞാൽ ആദ്യം ചെയ്യാതെ നനയ്ക്കലാണ്. വിൻ്റർ ആയതുകൊണ്ടേ ചെടികളൊക്കെ എത്ര കാലം ഉണ്ടാവും എന്നറിയില്ല. പരമാവധി നമ്മൾ ശുശ്രൂഷിക്കാന്നല്ലാതെ നിൽക്കുന്നൊരു ഉറപ്പും പറയാൻ പറ്റില്ല. മാക്സിമം വെള്ളമൊക്കെ ഒഴിച്ചിട്ട് ഉണങ്ങി പോവാതെ നോക്കുന്നുണ്ട്. പുതിയ മുട്ടൊക്കെ വന്നിട്ടുണ്ട്, കാണിച്ചു തരാം. വാങ്ങിച്ചപ്പോൾ കിട്ടിയതാണിത്. അത് പോയി ഉണങ്ങി, ഇതും ഉണങ്ങി ഇത് പുതിയ മുട്ടിട്ടിട്ടുണ്ട്. എല്ലാം ചെറുതായിട്ട് ഉണങ്ങുന്നുണ്ട്. നോക്കാം. ഗ്ലിറ്ററൊക്കെ കടയിൽ നിന്ന് വാങ്ങിച്ചപ്പോൾ ഉണ്ടായിരുന്നതാണ് കേട്ടോ. ഇനി ഇതാണ്, അതും കൂടി നമുക്ക് നനയ്ക്കാം. ഇന്നൊരു ചെറിയൊരു മടി പിടിച്ച ദിവസമാണ്, കാരണം മഴയൊക്കെ പെയ്തിട്ടുണ്ട് പുറത്ത്. വിൻ്ററായി തുടങ്ങി മെല്ലെ, കാരണം തണുപ്പ് വരാൻ തുടങ്ങി. ഇന്നലെ മഴ ഉണ്ടായിരുന്നതുകൊണ്ട് അതിൻ്റെ ഒരു തണുപ്പും കൂടി ഉണ്ട്. പിന്നെ മരത്തെ ഇലയെല്ലാം പോയി. ഇനിയിപ്പോൾ വെള്ള കളറാവും എല്ലാവിടെയും മഞ്ഞൊക്കെ പെയ്തിട്ട്. പക്ഷെ കുഴപ്പമില്ല. ഇതാണ് അവസ്ഥ പുറത്ത്. ഒരു 10 മണിയായേ ഉള്ളൂ. ഞാൻ പൊതുവെ ഈ നേരത്തൊന്നും നീക്കലില്ല. ഇന്ന് ഇത്തിരി നേരത്തെ നീറ്റു. പൊതുവെ എനിക്ക് ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കാൻ നല്ല മടിയാണ്. അതുകൊണ്ട് ഞാൻ ബ്രെഡോ ടോട്ടിൽ എന്തെങ്കിലുമൊക്കെ വെച്ച് അഡ്ജസ്റ്റ് ചെയ്യാണ് ചെയ്യാറ്. ഇന്നിപ്പോൾ ബ്രെഡ് ഓംലേറ്റ് ഉണ്ടാക്കാമെന്ന് കരുതി. ബ്രെഡ് ഓംലേറ്റും കോഫിയും, പിന്നെ രാവിലെ ഇപ്പോൾ എന്തെങ്കിലും ഫ്രൂട്ട്സ് കഴിക്കാറുണ്ട്. അപ്പോൾ അതാണ് ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ്. എനിക്ക് എല്ലാത്തിലും ചില്ലി ഫ്ലേക്സ് ഇടുന്നത് ഇഷ്ടമാണ് കേട്ടോ. ഞാൻ മുളക് പൊടി ഇടുന്നതിനെക്കാട്ടിലും കൂടുതൽ ചില്ലി ഫ്ലേക്സ് ഇടാറ് എല്ലാത്തിലും. 3 നേരത്തെ ഫുഡ് ഉണ്ടാക്കി കഴിക്കുക എന്ന് പറയുന്നത് ഒരു ടാസ്ക് തന്നെയാണ് കേട്ടോ എനിക്ക്. പിന്നെ നാട്ടിലത്തെ ഫുഡൊന്നും ഇവിടെ അധികം പുറത്ത് കിട്ടാത്തതുകൊണ്ട് ഉണ്ടാക്കി കഴിക്കുക എന്നുള്ള ഒരു ഓപ്ഷൻ തന്നെ ഉള്ളൂ. ബ്രെഡ് ഓംലെറ്റ് ആണെങ്കിൽ ഈ ഓംലെറ്റിലേക്ക് നേരെ ബ്രെഡ് ഞാൻ എടുത്ത് വയ്ക്കാറില്ല. ഞാൻ ഓംലെറ്റ് ഉണ്ടാക്കി ബ്രെഡിൻ്റെ ഇടയിൽ ജസ്റ്റ് കുറച്ച് കെച്ചപ്പും മയണൈസും വെച്ചിട്ട് അങ്ങനെ ഒരു ലെയറാക്കുക ചെയ്യാറ്. പാറ്റി ഇട്ടാറുണ്ട് ഇടയ്ക്ക്, ബർഗർ പാറ്റി. അപ്പോൾ അതും വെച്ചിട്ട് ഒരു സാൻഡ്വിച്ച് പോലെ കഴിക്കുക ചെയ്യാറ്. ഇപ്പോൾ പാറ്റി ഇല്ല, കഴിഞ്ഞു. അപ്പോൾ മുട്ടയും ബ്രെഡും വെച്ച് അഡ്ജസ്റ്റ് ചെയ്യാൻ കരുതി. കറക്റ്റ് വട്ടത്തിൽ വന്നിട്ടുണ്ട്. അങ്ങനെ ബ്രെഡൊക്കെ ടോസ്റ്റ് ആക്കിയിട്ട് മയണൈസും കെച്ചപ്പൊക്കെ വെച്ച് സെറ്റാക്കി. പിന്നെ കോഫിക്കുള്ള പാലും കാച്ചി. ഓൾമോസ്റ്റ് ബ്രേക്ക്ഫാസ്റ്റ് റെഡി ആയിട്ടുണ്ട്. ഇനിയിപ്പോൾ ഞാൻ ഉച്ചയ്ക്ക് ചിക്കൻ്റെ എന്തെങ്കിലും ഉണ്ടാക്കാമെന്നായിരുന്നു. അപ്പോൾ ചിക്കൻ ഫ്രോസൺ ആയിട്ടുണ്ട്. ഞാൻ ഫ്രീസറിൽ വെച്ചിട്ടേ ഫ്രീസായിട്ടുണ്ട്. അപ്പോൾ അതിന് ഇച്ചിരി നേരം വെള്ളത്തിലിടാം, എന്നാലാണ് ഉച്ചയ്ക്ക് നമുക്കിതിൽ പണിയാൻ പറ്റുള്ളൂ. മുന്തിരി, കുറച്ച് മാതള നാരങ്ങ. എനിക്ക് ബ്ലഡ് ഇത്തിരി കുറവാണ്, അപ്പം ഞാൻ ഇതൊക്കെ ഇപ്പോൾ കഴിക്കാൻ ശ്രമിക്കാറുണ്ട്. ഞാൻ പൊതുവേ ഇതൊക്കെ പിച്ചിടാൻ മടിച്ചാണ്. അപ്പം ഞാൻ കഴിക്കാൻ വേണ്ടിയിട്ട് ഇന്നലെ ഇരുന്ന് പിച്ചിട്ടു. പിന്നെതാ ബ്രെഡ് ഓംലെറ്റ്. ഞാൻ പൊതുവെ മെല്ലെ കഴിക്കുന്ന ഒരാളാണ് കേട്ടോ. പിന്നെ ലാപ്പിൽ വെച്ച് എന്തെങ്കിലും കാണാൻ തുടങ്ങിയാൽ പിന്നെയും സ്ലോ ആവും. പിന്നെ ഒന്ന് വേറെ പരിപാടിയൊന്നും ഇല്ലാത്തതുകൊണ്ട് മെല്ലെ കഴിക്കാം. അപ്പം ഇനി കഴിച്ച് കഴിഞ്ഞിട്ട് കാണാം. ഞാൻ പൊതുവെ വെള്ളം കുടിക്കാൻ ഇത്തിരി പുറകോട്ടാണ്. അപ്പോൾ ഇപ്പോൾ ഓർത്തിട്ട് ഞാൻ കൂടുതൽ വെള്ളം കുടിക്കാൻ ശ്രമിക്കലുണ്ട്. പിന്നെ ഇതുപോലെ എന്തെങ്കിലും പഴയ സിനിമയൊക്കെ കണ്ടിട്ട് ഇങ്ങനെ ഇരുന്ന് കഴിക്കും. അങ്ങനെ കഴിച്ചു കഴിഞ്ഞു. ഇനി വർക്ക് ചെയ്യാനിരിക്കണം. ഞാൻ എൻ്റെ യൂണിവേഴ്സിറ്റിയിൽ സ്റ്റുഡൻറ്റ് അസിസ്റ്റൻ്റ് ആയിട്ട് വർക്ക് ചെയ്യുന്നുണ്ട്. വർക്ക് ഫ്രം ഹോം ആയതുകൊണ്ട് വലിയ കുഴപ്പമില്ല. നമുക്ക് ഒഴിവ് കിട്ടുമ്പോൾ കൂടുതൽ വർക്ക് ചെയ്യാം, അല്ലാത്തപ്പോൾ വർക്ക് ചെയ്തില്ലെങ്കിലും കുഴപ്പമില്ല. മന്ത്ലി ഇത്ര hours കംപ്ലീറ്റ് ചെയ്യണമെന്ന് മാത്രമേ ഉള്ളൂ. കൂടെ വർക്ക് ചെയ്യുന്ന പ്രൊഫസേഴ്സ് ആണെങ്കിലും ബാക്കി കൂടെ ഉള്ളവരൊക്കെ ആണെങ്കിലും നമ്മൾ സ്റ്റുഡൻ്റ് ആണ്, നമുക്ക് വേറെ പരിപാടികൾ ഉണ്ടാവും, ക്ലാസ് ഉണ്ടാവും എന്നൊക്കെ അറിയണോണ്ട് ഒന്നും പറയില്ല. അപ്പം ഇനിയിപ്പോൾ ഞാൻ അതിരുന്ന് ചെയ്യട്ടെ കുറച്ച് നേരം. പിന്നെ എൻ്റെ റൂം ഞാൻ മറ്റേ റൂം ക്ലീനിങ്ങിൻ്റെ സമയത്ത് ഷോർട്സിൽ ഇട്ടായിരുന്നു. അപ്പം ഇനി എൻ്റെ റൂം കാണാത്തവരുണ്ടെങ്കിൽ ഞാൻ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം. അത്രയേ ഉള്ളൂ. പിന്നെ ഇവിടുത്തെ വാൾസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പാർട്ടീഷൻ വാൾസ് ഒന്നും സിമെൻറ്റ് കൊണ്ടല്ല. അപ്പം നമ്മൾ ആണി എന്തെങ്കിലുമൊക്കെ അടിച്ച് കഴിഞ്ഞാൽ കുറച്ച് ടാസ്ക്കാണ്. റിസ്ക് എടുക്കണ്ടെന്നുള്ളതുകൊണ്ട് ഞാൻ വാൾസിലൊന്നും ചെയ്തിട്ടില്ല. പിന്നെ നമ്മളിവിടുന്ന്
സ്റ്റുഡൻറ് ഹോം ഇറങ്ങണ സമയത്ത്, ഇവിടെ നിന്ന് വിട്ടിറങ്ങണ സമയത്ത് പെയിൻ്റൊക്കെ പോയിട്ടുണ്ടെങ്കിൽ നമ്മൾ പെയിൻറ്റ് ചെയ്ത് കൊടുക്കണം. അതായത് ഈ റൂമിലേക്ക് എങ്ങനെയാണോ വന്നത് അതുപോലെ തന്നെ നമ്മൾ ഇറങ്ങണം എന്നാണ്. എന്തെങ്കിലും വ്യത്യാസം ഉണ്ടെങ്കിൽ കോഷൻ ഡെപ്പോസിറ്റ് നിന്ന് അവർ പിടിക്കും, അല്ലെങ്കിൽ നമ്മൾ നേരാക്കി കൊടുക്കണം. അപ്പോൾ ഞാൻ റിസ്ക് എടുക്കേണ്ടതെന്നുള്ളതുകൊണ്ട് ഞാൻ വാൾസിലൊന്നും ചെയ്തിട്ടില്ല, പ്ലെയിൻ ആക്കിയിട്ടാണ് വെച്ചിരിക്കുന്നത്. പിന്നെ ഞാൻ ചെയ്യുന്ന വർക്കിനെ കുറിച്ച് പറയാനാണെങ്കിൽ, ഞാൻ ഹിസ്റ്ററിക്കൽ മാപ്സ് ഡിജിറ്റലൈസ് ചെയ്യുന്നൊരു പ്രൊജക്റ്റിൻ്റെ ഭാഗമായിട്ടാണ് വർക്ക് ചെയ്യണത്. അപ്പോൾ അതിൻ്റെ അനോട്ടേഷനാണ് ഞാൻ ഹെൽപ്പ് ചെയ്യണത്. വെള്ളത്തിലിട്ട ചിക്കനെ ഹായൊന്ന് പോയി നോക്കാം. അത് തണുപ്പ് മാറിയിട്ടുണ്ടെങ്കിൽ നമുക്ക് മുറിച്ചിട്ട് മാരിനേറ്റ് ചെയ്യാൻ വെക്കാം. അപ്പോൾ വർക്ക് ചെയ്ത് കഴിയുമ്പോൾ സെറ്റായിട്ടുണ്ടാവും, എന്നിട്ട് നമുക്ക് പോയിട്ട് ഉണ്ടാക്കാമല്ലോ. ചിക്കൻ ഞാനിപ്പോൾ കഴുകി വൃത്തിയാക്കി വെട്ടി മസാല ഇട്ട് സെറ്റാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഞാൻ മാരിനേറ്റ് ചെയ്തിട്ട് കുറച്ച് നേരം വെക്കണമല്ലോ. അപ്പോൾ വർക്ക് ചെയ്യുമ്പോഴേക്കും സെറ്റാവുണ്ടാവും. ഇതാണ് അമ്മേ. അപ്പോൾ കുറച്ച് നേരം വർക്ക് ചെയ്തിട്ട് എന്നിട്ട് നമുക്കത് ഫ്രൈ ചെയ്യാം. അപ്പോൾ ഉച്ചത്തേക്കുള്ള മെയിൻ സാധനം റെഡിയായി. ഇനി കുറച്ച് നേരം നമുക്ക് ചോറിടും ചെയ്യാം. അങ്ങനെ കുറച്ച് നേരം ഇരുന്ന് വർക്ക് ചെയ്തു. ഇനി ഉച്ചയ്ക്കുള്ള ഫുഡ് ഉണ്ടാക്കണം. അപ്പോൾ ഒരു ഇവിടെ ക്ലാസ് കഴിഞ്ഞിട്ട് വന്നിട്ടുണ്ട്. വാഴ കത്തി എന്നാണ് അവളുടെ പേര്, കേതറിൻ. അപ്പം ഞങ്ങൾ രണ്ടുപേരും കൂടി പോയിട്ടിനി കത്തി അത് മതി. ഞങ്ങൾ രണ്ടുപേരും കൂടി പോയിട്ടിനി കുക്കർ ബിരിയാണി ഉണ്ടാക്കട്ടെ. ഞാൻ ഫ്രൈ ചെയ്യാമെന്നാണ് കരുതിയേ. പിന്നെ അതിനേക്കാളും എളുപ്പം ഒക്കെ പാടിട്ട് കുക്കറിലിട്ട് അടിച്ച ബിരിയാണി ആക്കണതായതുകൊണ്ട് കുക്കർ ബിരിയാണി ഉണ്ടാക്കാനായിരുന്നു. അപ്പോൾ പോയി ഉണ്ടാക്കിയാലോ? രാവിലെ മഴയും മൂടിക്കെട്ടൊക്കെ ആയിരുന്നെങ്കിൽ ഉച്ചയ്ക്ക് ഇപ്പോൾ ഇതാണ് അവസ്ഥ. നല്ല വെയിലാണ്. ക്ലാസ്സിന് വേണ്ടത്ര വൃത്തി, അല്ലെങ്കിൽ എന്നെ പോലെ തന്നെ ആയിരിക്കും. ഇച്ചിരി കാലമുണ്ട് ഇപ്പം ഒന്ന് കാണാൻ. പിന്നെ രാവിലത്തെ ക്ലൈമറ്റ് ഒന്ന് മാറി ഇപ്പോൾ ഉച്ച മൊത്തം വെയിലായിട്ടുണ്ട്. നല്ല വെളിച്ചുണ്ട് ഇപ്പോൾ. കണ്ടോ സൂര്യൻ ഗൈസ്. അവളെ കാണാനില്ല എന്നാലും സൂര്യൻ ഗൈസ്. അമ്മേ, ഇവളാണ് വിളിച്ചു വരുത്തിയത് എന്ന് ഇവള് പറയുന്നു സൂര്യനെ. അതെ, എന്റെ പ്രാർത്ഥന കാരണം വന്ന സൂര്യനാണ്. അതെ, ഇവളാണ് വിളിച്ചു വരുത്തിയത്. എനിക്ക് പിന്നെ വലിയ താല്പര്യമില്ല, കുറച്ച് വെളിച്ചുണ്ടായാൽ മതി. പിന്നെ എനിക്ക് നാട്ടിൽ നിന്ന് വന്നപ്പോൾ പറ്റിയൊരു അബദ്ധമാണ്. ഞാൻ കുക്കർ യൂസ് ചെയ്യാൻ എനിക്ക് ഇത്തിരി പേടിയുള്ള കൂട്ടത്തിലായതുകൊണ്ട് എനിക്കൊരു അഹങ്കാരം ഉണ്ടായിരുന്നു ഇവിടെ വന്നിട്ട് കുക്കറൊന്നും ഉപയോഗിക്കേണ്ടി വരില്ല എന്ന്. അതുകൊണ്ട് പേരിന് ഇനി കുക്കർ കൊടുന്നില്ല എന്ന് വേണ്ടാന്ന് എഴുതിയിട്ട് ഞാനൊരു കുക്കർ കൊടുന്നതാണ്. 1.5 ലിറ്ററിൻ്റെ കുക്കറാണ്. വല്ലാണ്ട് ചെറുതായി പോയി. പക്ഷെ ഞങ്ങൾക്കിപ്പോൾ 2 പേർക്ക് ഇതിലൊക്കെ മതി. ഞാൻ ഒറ്റയ്ക്ക് വെക്കണ സമയത്ത് ഞാൻ ഇതിലാണ് വെക്കാറ്. നമുക്ക് ഞങ്ങൾക്ക് തികയുണ്ടാവും ഇതിൽ. അപ്പം അങ്ങോട്ട് വരാനുള്ളവരൊക്കെ ഒന്ന് ശ്രദ്ധിച്ചോളി. കുറച്ച് വലിയ കുക്കർ എടുക്കുക. ഞാൻ പെട്ടുപോയ പോലെ പെടണ്ട. പിന്നെ ഇവിടെ എല്ലാവരും കൂടി വരുന്ന സമയത്ത് ഞാൻ ആരുടെ നിലക്ക് കുക്കർ വാങ്ങിച്ച് അഡ്ജസ്റ്റ് ചെയ്യാറാണ് പതിവ്. കാരണം നമ്മൾ ക്ലാസ്സിനും വർക്കിനൊക്കെ പോകുമ്പോൾ കുക്ക് ചെയ്യാൻ എളുപ്പം കുക്കറാണ്. ക്ലാസ് കഴിഞ്ഞ് വന്നപ്പോൾ എൻ്റെ അടുത്ത് ജനലിക്കൂടെ ഒന്ന് എത്തി നോക്കിക്കേന്ന് പറഞ്ഞതാണ്. ഞാൻ ബിരിയാണി എന്ന് പറഞ്ഞപ്പോൾ ഓടി വന്നതാണ്. പാവം ബിരിയാണി ആയി എന്നാണ് കരുതിയത്. അപ്പോൾ ആദ്യം അവൾക്ക് പണിയെടുക്കേണ്ട അവസ്ഥയാണ്. പിന്നെ അവൾക്ക് ചെയ്യാൻ ഇഷ്ടമുള്ളതുകൊണ്ട് ചെയ്യണതാണ് കേട്ടോ. കുക്കർ ബിരിയാണി എന്ന് പറഞ്ഞ പരിപാടി എളുപ്പമായതുകൊണ്ടാണ് ഞാൻ അങ്ങനെ ഉണ്ടാക്കണത്. പിന്നെ ചോറ് കഴിക്കുമ്പോൾ ഇടയ്ക്ക് ബോറടിക്കുമ്പോൾ ഒരു വെറൈറ്റിയും കൂടി ആവുമല്ലോ. ഞാനങ്ങനെ ഒരു പ്രോപ്പർ റെസിപ്പി ഒന്നും ഫോളോ ചെയ്യാറില്ല. എൻ്റേതായിട്ടുള്ളൊരു സ്റ്റൈലിൽ സിമ്പിളായിട്ട് ഉണ്ടാക്കുകയാണ് ചെയ്യാറ്. ഇനി ഞാൻ ഉണ്ടാക്കുന്ന പോലെ ആർക്കെങ്കിലും ഉണ്ടാക്കി നോക്കണം എന്നുണ്ടെങ്കിൽ എന്നോട് പറഞ്ഞു കഴിഞ്ഞാൽ, കമൻറ്റിൽ പറഞ്ഞു കഴിഞ്ഞാൽ ഞാനൊരു ഡീറ്റെയിൽഡ് വീഡിയോ ഇടാം. അപ്പോൾ ഇതാണ് എൻ്റെ ഒരു തട്ടിക്കൂട്ട് കുക്കർ ബിരിയാണി. ചിക്കൻ ഉള്ളപ്പോഴാണ് ഞാനിങ്ങനെ ചിക്കൻ ബിരിയാണി പോലെ ആക്കാറ്. അല്ലാത്തപ്പോൾ ഞാൻ വെജിറ്റബിൾസ് യൂസ് ചെയ്തിട്ട് വെജ് ബിരിയാണി ആയിട്ടും ഉണ്ടാക്കാറുണ്ട്. സലാഡ് എക്സ്പേർട്ട് കത്തി അല്ലേ? കത്തി എന്താ എന്നെ അപമാനിച്ച് കശേൻ്റെ അടുത്ത് കൊള്ളാവോ? ഞാൻ ഇപ്പോൾ എൻ്റെ അപ്പാർട്ട്മെൻ്റ് ഒന്ന് കാണിച്ചു തരാം. ഇതാണ് ടോയ്ലറ്റ്, കോമൺ ടോയ്ലറ്റ് ആണ്. പിന്നെ ഇങ്ങനെ ഒരു സ്പേസ് ഉണ്ട്. അത് കഴിഞ്ഞിട്ട് ഇവിടെ ഒരു സ്റ്റോറേജ് റൂം ഉണ്ട്. പിന്നെ ഇതാണ് കിച്ചൺ. കിച്ചൺ അത്യാവശ്യം നല്ല കിച്ചണാണ്, കുഴപ്പമൊന്നുമില്ല. ഇവിടെ 3 റൂമാണ് കേട്ടോ ഉള്ളത്. ഇതാണ് 3 റൂം. അതാണ് എൻ്റെ റൂം. അപ്പോൾ ബിരിയാണിയൊക്കെ എടുത്ത് കൊടുന്നു. അപ്പോൾ ഇനി എന്തെങ്കിലുമൊക്കെ ഇരുന്ന് കണ്ടിട്ട് ഞങ്ങൾ രണ്ടുപേരും കൂടെ കഴിച്ചിട്ട് കുറച്ച് നേരം സംസാരിച്ചൊക്കെ ഇരുന്ന് റിലാക്സ് ആയിട്ട് ഇരിക്കട്ടെ. എൻ്റെ ബിരിയാണി കഴിച്ചതുകൊണ്ടാണോ എന്നറിയില്ല, ഒരുത്തി ഇവിടെ വടിയായിട്ട് കിടക്കുന്നുണ്ട്. എൻ്റെ ഉള്ളിൽ ഒരാളുണ്ടെന്ന് കണ്ടാൽ പറയോ? എന്നാൽ അവൾ അതിൻ്റെ ഉള്ളിലുണ്ട്. എന്തായാലും കുറച്ച് സാധനങ്ങൾ വാങ്ങിക്കാനുണ്ട്. അപ്പോൾ കുറച്ച് കഴിഞ്ഞിട്ട് കൗഫ്ലൻഡിലേക്ക് ഇറങ്ങാച്ചിട്ടാണ്. എന്തായാലും ഇരുട്ടിച്ചു, തണുപ്പുണ്ട്, രാത്രി തണുപ്പ് കൂടുതലുണ്ട്. അങ്ങനെ ബിരിയാണിയുടെ ഹാങ് ഓവറൊക്കെ കഴിഞ്ഞ് അവൾ അവസാനം പൊങ്ങി പെടുന്ന് ഞങ്ങൾ തന്നെ റെഡിയായിട്ട് കൗഫ്ലൻഡ് പോട്ടെ കേട്ടോ.
നമുക്കിവിടെ ഇതുപോലൊരു മെഷീൻ ഉണ്ട്. അപ്പോൾ നമുക്ക് ഫ്രൂട്ട്സ് ആണെങ്കിലും വെജിറ്റബിൾസ് ആണെങ്കിലും ഇഷ്ടം പോലെ എടുത്തിട്ട് അത് ഇവിടെ കൊടുന്ന് വെയ് ചെയ്താൽ മതി. ഏതാണോ നമ്മൾ എടുത്തത് അത് സെലക്ട് ചെയ്യുക. അപ്പോൾ അതിൻ്റെ വെയിറ്റും എത്രയാണ് പേയ്മെൻറ്റ് എന്നും ഇതുപോലെ വരും. അത് സ്റ്റിക്ക് ചെയ്താൽ മതി. എന്നിട്ട് ഫൈനലി നമ്മൾ ബില്ല് ചെയ്യുമ്പോൾ ഇത് സ്കാൻ ചെയ്യാം. ഞങ്ങളുടെ ഇതുപോലെ ഇങ്ങനെ ഉണ്ടെങ്കിൽ അത് ഓഫർ ഉണ്ട് എന്നാണ്, അല്ലാത്തപ്പോൾ ഇങ്ങനെ യെല്ലോ കളറിലായിരിക്കും. ഞാൻ പിന്നെ എപ്പോഴും വാങ്ങണ ഒന്നാണ് ഇത് കേട്ടോ, ട്യൂണ. ഗൈസ്, ട്രോളി എടുത്താൽ എപ്പോഴും എളുപ്പമാണ്. എന്തായാലും വിചാരിച്ചേക്കാട്ടിൽ കൂടുതൽ സാധനം വാങ്ങിക്കൂലോ. പിന്നെ ഇവിടെ വെറൈറ്റീസ് ഓഫ് ചീസ് അവൈലബിൾ ആണ് കേട്ടോ. ഞാനിവിടെ എപ്പോഴും ടോം ആൻഡ് ജെറിത്തെ ചീസ് ഉണ്ടോ എന്ന് നോക്കാറുണ്ട്. അത് കാണുമ്പോൾ എനിക്കൊരു സന്തോഷമാണ്. അങ്ങനെ ഒരുവിധ സാധനങ്ങളൊക്കെ വാങ്ങിച്ചു. പിന്നെ ഇവിടെ ബില്ല് ചെയ്യാൻ നമുക്ക് 2 ഓപ്ഷനാണുള്ളത്. സാധാ പോലെ അവിടെ ആൾക്കാരുടെ അടുത്ത് പോയി കഴിഞ്ഞാൽ അവർ ചെയ്തു തരും, അല്ലെങ്കിൽ നമുക്കിവിടെ സെൽഫായിട്ട് ബില്ല് ചെയ്യും ചെയ്യാം. സെൽഫായിട്ട് ബില്ല് ചെയ്യാൻ വലിയ പാടൊന്നുമില്ല. അപ്പം ഞാനെപ്പോഴും സെൽഫായിട്ട് ബില്ല് ചെയ്യാണ് ചെയ്യാറ്. ഇനി എന്തെങ്കിലും ആവശ്യം ഉണ്ടെങ്കിൽ അവിടെ എംപ്ലോയീസ് ഉണ്ടാവും, അവർ ഹെൽപ്പ് ചെയ്യും. നമ്മൾ തന്നെയാണ് നമ്മുടെ സാധനങ്ങളെല്ലാം സ്കാൻ ചെയ്യേണ്ടത്. എല്ലാം ഓരോന്നായിട്ട് സ്കാൻ ചെയ്തിട്ട് അവിടെ ഒരു പ്ലാറ്റ്ഫോം ഉണ്ട്, അതിൽ വെക്കുക. എന്നിട്ട് അവസാനം ബില്ല് പേ ചെയ്യേ വേണ്ടുള്ളൂ. അങ്ങനെ വാങ്ങിച്ചു കഴിഞ്ഞു. ഇയാളെ കിട്ടണമെങ്കിൽ ഞാൻ ഇച്ചിരി പാടുപെടും. വലിയ മനുഷ്യനാ അവിടുത്തെ. പിന്നെ കയ്യിൽ അത്യാവശ്യം സാധനങ്ങളുള്ളതുകൊണ്ട് തന്നെ ഞങ്ങൾ ട്രാമിൽ കയറിയാണ് വന്നത്, അല്ലെങ്കിൽ നടന്നു വരാനുള്ള ദൂരമേ ഉള്ളൂ ഡോമിക്ക്. അങ്ങനെ കൗഫ്ലനിൽ പോയിട്ട് സാധനമൊക്കെ വാങ്ങിച്ചിട്ട് വന്നു. പിന്നെ അവിടെ പിള്ളേരുണ്ടായിരുന്നു, അപ്പോൾ എല്ലാവരും കൂടെ കുറച്ച് നേരം സംസാരിച്ചിരുന്നു, ചായയൊക്കെ കുടിച്ചു. അപ്പോൾ അവർ പോയി. ഇനിയിപ്പോൾ ഞാൻ ഡിന്നറിന് എന്തെങ്കിലും ഉണ്ടാക്കണം. മുട്ടക്കറി ഉണ്ടാക്കാമെന്ന് കരുതുന്നത്. മുട്ടക്കറിയും ടോട്ടലിയും കൂടെ കഴിക്കാമെന്ന്. അപ്പോൾ കറി ഉണ്ടാക്കിയിട്ട് പിന്നെ കുളിച്ചിട്ട് വന്നിട്ട് കഴിക്കണം. അപ്പോൾ ആ പരിപാടികളൊക്കെ നോക്കട്ടെ. കറി ഇങ്ങനെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇനി കുളിച്ചിട്ട് വന്നിട്ട് ടോട്ടലിൽ ചൂടാക്കിയിട്ട് കഴിക്കാം. അങ്ങനെ കുളിയൊക്കെ കഴിഞ്ഞ് ഫ്രഷായി. ഇനിയിപ്പോൾ കറി ഉണ്ടാക്കി വെച്ചുകൊണ്ട് ടോട്ടൽ ജസ്റ്റ് ഒന്ന് ചൂടാക്കിയാൽ മതി. അപ്പോൾ ഡിന്നർ റെഡി. അപ്പോൾ പോയിട്ട് അത് ചൂടാക്കിയിട്ട് ഡിന്നർ സെറ്റാക്കാം. ഇതാണ് ഇന്നത്തെ ഡിന്നർ. ടോട്ടല് മുട്ടക്കറിയും. ഈ ടോട്ടൽ ഏകദേശം നമ്മുടെ നാട്ടിലത്തെ ചപ്പാത്തി പോലെയാണ് കേട്ടോ. അപ്പോൾ ഞാൻ രാത്രി ഇടയ്ക്ക് അത് കഴിക്കാറുണ്ട്. പിന്നെ മുട്ടക്കറി ഒരു തട്ടിക്കൂട്ടാണ്, ഞാൻ മാത്രമല്ലേ ഉള്ളൂ, അപ്പോൾ കുഴപ്പമില്ല. അപ്പം ഇനി ഡിന്നർ കഴിക്കട്ടെ. ഡിന്നറൊക്കെ കഴിച്ചു, ക്ലീനൊക്കെ ആക്കി, കുറച്ച് നേരം ലാപ്പ് നോക്കിയിരുന്നു, ബാച്ചുവിനെ വിളിച്ചു. അങ്ങനെ ഒരു ഒട്ടുമിക്ക പരിപാടികളും തീർന്നു. ഇനി ഞാൻ നൈറ്റ് സ്കിൻ കെയർ റുട്ടീൻ ചെയ്യാറുണ്ട്, ഒരു ചെറിയ പരിപാടി. അപ്പോൾ അത് ചെയ്തിട്ട് മെല്ലെ കിടക്കും. അപ്പോൾ ഇതൊക്കെയാണ് എൻ്റെ ഒരു നോർമൽ ഡേ. എല്ലാ ദിവസവും ഒന്നും ഇതുപോലെ ആയിരിക്കില്ല. ചില ദിവസം നല്ല മടി പിടിച്ച് ഉച്ചയ്ക്കൊക്കെ എണീക്കും, അപ്പോൾ അതുപോലെ പോവും. പിന്നെ ഞാനിപ്പോൾ ചെയ്യണത്, ഇപ്പോൾ ചെയ്ത വർക്ക് ഫ്രം ഹോമാണ്. അത് മിനി ജോബാണ്, അല്ലാതെ പാർട്ട് ടൈം ജോബ് ഉണ്ട്. അതുള്ള ദിവസം അങ്ങനെ പോവും ആ ദിവസം. അപ്പോൾ ഓരോ ദിവസം ഓരോ പോലെയാണ്. ഇന്നിപ്പോൾ എടുക്കാമെന്ന് കരുതിയ ദിവസം ഇങ്ങനെയൊക്കെ പോയി. അപ്പോൾ അത്രയൊക്കെ ഉള്ളൂ. വീഡിയോ ഇഷ്ടമായിച്ചാൽ എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഒരു അടുത്ത വീഡിയോയിൽ കാണുന്നവരെ എല്ലാവർക്കും ബൈ.